തിരുവനന്തപുരത്ത് വന്നവരും പോയവരും ഒന്നും ഈ കെട്ടിടം മറന്നു കാണില്ല കേട്ടോ. കാരണം അത്രയും പ്രൗഢിയോടെയാണ് ഇത് നിൽക്കുന്നത്. ഇതാണ് തിരുവനന്തപുരത്തിന്റെ സ്വന്തം ഇന്ത്യൻ കോഫി ഹൗസ്. ലോറി ബേക്കർ എന്ന് പറഞ്ഞ ഒരു ആർക്കിടെക്റ്റാണ് കേട്ടോ ഈ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. വെന്റിലേഷനെ വളരെയധികം മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഈ നിർമ്മിതി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ സ്ഥലത്ത് ഒരുപാട് പേര് ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ്. ഇതൊരു ചുറ്റുകോണി പോലെയാണ് കേട്ടോ, അതായത് ഒരു റാമ്പ് പോലെയാണ്. ആ റാമ്പിൻ്റെ ഒരു സൈഡിൽ നിറയെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും മറ്റേ സൈഡിൽ അതിന് വേണ്ടിയിട്ടുള്ള വാഷിംഗ് ഏരിയയും ബാത്റൂമും അങ്ങനത്തെ ഫെസിലിറ്റീസൊക്കെയാണ്. ബാംഗ്ലൂർ ഡേയ്സിൽ പറയുന്ന പോലെ ഇതിലെ ഓരോ ജനാലകളിൽ നിന്ന് നോക്കുമ്പോഴും ഓരോ തരം കാഴ്ചകളാണ് കേട്ടോ കാണുന്നത്. കാണാൻ തന്നെ വളരെ ഒരു പ്രത്യേകതയുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. ഇന്ന് എനിക്ക് ഇവിടുത്തെ ഫുഡിനേക്കാളും ഇവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. ഇവിടുത്തെ ജോലിക്കാരുടെ സർവീസും അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് രാഷ്ട്രീയ ചർച്ചകൾക്കും അതുപോലെ സിനിമാ കഥകൾക്കും ഒക്കെ വേദിയായിട്ടുള്ള ഒരു സ്ഥലം എന്ന രീതിയിൽ ഞാൻ അതൊക്കെ ഒന്ന് നോക്കി കണ്ടു കേട്ടോ. പഴമയുടെ ഒരു ഭംഗിയും ആ വെന്റിലേഷനും ഒക്കെ കൂടി എന്തോ ഒരു ചന്തം ആ ഇന്ത്യൻ കോഫി ഹൗസിന് ഉണ്ട് കേട്ടോ. ഇത്രയും ഭംഗിയോടുകൂടി നിർമ്മിച്ച ഈ നിർമ്മിതി ഇത്തിരി കൂടി വൃത്തിയായിട്ട് നോക്കണം എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ്.